ഇത് പൊണ്ണം കായ അല്ലെങ്കിൽ പൊന്തം കായ എന്നൊക്കെ പറയും കേട്ടോ. ഇത് കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന കായാണ്. എല്ലാ കായും കറികൾക്കും ഉപയോഗിക്കും. എങ്കിലും ഇത് മോരുകറിക്ക് സാമ്പാറിലൊക്കെ ഇടുന്ന കായയാണ്. അപ്പോൾ നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. വാങ്ങിക്കൊണ്ടുവന്ന കായ ആയതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമ്മൾ ഇതിലിട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ തോരൻ വെക്കാൻ പറ്റും. മറ്റേത് കായ അരിഞ്ഞ് നമ്മൾ ഉപ്പേരി വെക്കില്ലല്ലേ, ഇതധികം അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല, അധികം ആൾക്കാരങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ചേഞ്ചായിട്ട് ഇങ്ങനെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും നമുക്കതുപോലെ ഇതിലേക്ക് ഇതാക്കി ഇതുപോലെ ചീകിയെടുക്കാം. അപ്പോൾ കായെല്ലാം നമ്മളിങ്ങനെ ചീകിയെടുത്തു. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു ചെറിയ കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കായ വെന്ത് തന്നിട്ടുണ്ട്. നമുക്ക് വാങ്ങി വയ്ക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, നമ്മൾ ചതച്ചെടുത്ത നമ്മുടെ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി ഏകദേശമായി വരുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ് കുതിർത്തി എടുത്തതാണ് കേട്ടോ. ഇതുപോലെ 2 സ്പൂൺ തേങ്ങ, അപ്പോൾ നമ്മൾ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടി വേണ്ടവർക്ക് ചേർക്കാം. ഇതിലിപ്പോൾ പച്ചമുളക് മാത്രമേ ഉള്ളൂ. കുറച്ച് കറിവേപ്പില, നമുക്ക് നമ്മുടെ നമ്മുടെ തോരനൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ വെള്ളം അങ്ങനെ വലിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ കായ അങ്ങനെ വെന്ത് ഇതാവുള്ളൂ. ഇപ്പോൾ തന്നെ കായ കുറച്ചധികം വെന്ത് പോയി. ഇത്ര അധികം കായ വേവിക്കാൻ പാടില്ല. എങ്കിലും അടിപൊളി തോരൻ റെഡി ആയി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്. നമ്മളെപ്പോഴും കായ അരിഞ്ഞ് ഉപ്പേരി വയ്ക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിനൊക്കെ അടിപൊളിയാണ്.
ഓക്കേ.